ഹലോ ഹായ് ഏവർക്കും നമസ്കാരം. സ്പെക്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലേഡിയം കാറ്റലൈസ്ഡ് കപ്ലിംഗ് റിയാക്ഷൻസിനെ കുറിച്ചിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഓർഗാനിക് കെമിസ്ട്രിയിലെ ടോപ്പിക്കാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇന്ന് ഇതിൽ പ്രധാനപ്പെട്ട 6 റിയാക്ഷനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുമാഡ കപ്ലിംഗ്, സോണോഗാഷ്ര, സുസുക്കി, നെഗിഷി, സ്റ്റില്ലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹെക്ക്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. നമ്മൾ ഈ പോർഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും റെഫർ ചെയ്തിരിക്കുന്നത് ക്ലെയ്ഡൻ, നെയിം റിയാക്ഷൻസ് ബൈ ജിജാക്ലി, അഡ്വാൻസ്ഡ് ഓർഗാനിക് കെമിസ്ട്രി ബൈ കാരി ആൻഡ് സെൻബർഗ് പാർട്ട് ബി എന്നീ ടെക്സ്റ്റുകളെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രസകരമായിട്ട് ഈ ടോപ്പിക്ക് പഠിക്കാം. പലേഡിയം കാറ്റലൈസ്ഡ് കപ്ലിംഗ് റിയാക്ഷൻ എന്തുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ സീരീസ് ഓഫ് ക്വസ്റ്റ്യനുകളാണ്. CSIR റിപ്പീറ്റഡായി ചോദിച്ചിരിക്കുന്ന സീരീസ് ഓഫ് ക്വസ്റ്റ്യനുകൾ. ഈ എല്ലാ റിയാക്ഷനുകളെയും കൂടെ ഒരുമിച്ച് ചോദിച്ചതാണ് 2015 ജൂൺ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. നമുക്ക് ഈ ക്വസ്റ്റ്യനുകൾ ഓരോ നോക്കാം, ടോപ്പിക്കുകളും വഴിയെ പഠിച്ചു പോകാം. പലേഡിയം കാറ്റലൈസ്ഡ് കപ്ലിംഗ് റിയാക്ഷൻ 2010 ഈ 3 പേർക്ക് നോബൽ പ്രൈസ് കിട്ടിയ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് റിയാക്ഷനാണ്. ആദ്യം നമുക്ക് എന്താണ് കപ്ലിംഗ് റിയാക്ഷൻ എന്ന് മനസ്സിലാക്കണം. അതിൽ പലേഡിയത്തിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. എന്താണ് ആദ്യം ഈ കപ്ലിംഗ് റിയാക്ഷൻസ്? നിങ്ങൾ കപ്ലിങ്ങുകൾ കണ്ടിട്ടില്ലേ? 2 ഗാർഡൻ ഹോസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ വെള്ള കളറിലുള്ള സാധനം കണ്ടിട്ടില്ലേ? നമ്മളതിനെ കപ്ലിംഗ് എന്നാണ് വിളിക്കുക അല്ലേ? ഇത് എന്താണ് ഈ കപ്ലിങ്ങിൻ്റെ ഉപയോഗം? 2 ഹോസുകളെ കണക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെയാണ് ഇവിടെയും 2 ഓർഗാനിക് ഫ്രാഗ്മെൻറ്റുകളെ കണക്റ്റ് ചെയ്യുന്ന റിയാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കപ്ലിംഗ് റിയാക്ഷൻസ്. അപ്പോൾ ഒരു സംശയം തോന്നാം, ഇതേപോലെ 2 ഓർഗാനിക് ഫ്രാഗ്മെൻറ്റുകളെ കണക്ട് ചെയ്യുന്ന റിയാക്ഷൻ അല്ലേ ഈ കാണുന്ന ഗ്രീനാർഡ് റിയാക്ഷൻ? ഒരു ഗ്രീനാർഡ് റിയേജൻറ്റും അതിന് പറ്റിയ ഒരു ഇലക്ട്രോഫൈലും ഒരു കാർബണിൽ കോമ്പൗണ്ട് ആയിക്കോട്ടെ, ഇവിടെ നമ്മളൊരു ആൽഡിഹൈഡ് എടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് കിട്ടുന്ന ഈ കാണുന്ന ആൽക്കഹോൾ ഒരു കപ്ലിംഗ് പ്രോഡക്റ്റ് അല്ലേ എന്ന് നമുക്ക് തോന്നാം. ശരിയല്ലേ? 2 ഓർഗാനിക് ഫ്രാഗ്മെൻറ്റുകൾ പരസ്പരം കണക്റ്റായി ഒരു ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലും. പക്ഷേ ഇത്തരം റിയാക്ഷനുകളെ നമ്മൾ കപ്ലിംഗ് ആയിട്ട് കൂട്ടാറില്ല. കാരണം കപ്ലിംഗ് റിയാക്ഷൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. By definition, a chemical reaction where 2 molecules combine to form a larger molecule, often with the aid of a metal catalyst. ഇതിനെയാണ് നമ്മൾ ജനറലി കപ്ലിംഗ് എന്ന് വിളിക്കുക. ഈ കാണുന്ന റിയാക്ഷനെ ഒരു ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടെ ശരി. ഓക്കെ, അപ്പോൾ കപ്ലിംഗ് റിയാക്ഷന് ഇത്തരത്തിലുള്ള ന്യൂക്ലിയോഫിലിക് അഡീഷനിൽ നിന്ന് മറ്റ് വേറെ പ്രത്യേകതകളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോഫൈൽ കെമിസ്ട്രിയിൽ 2 ഡിഫറൻറ്റ് പൊളാരിറ്റിയുള്ള ആൾക്കാരാണ് പരസ്പരം കമ്പൈൻ ചെയ്യുക. ശരിയല്ലേ? ഇലക്ട്രോഫൈലിന് ഒരു പോസിറ്റീവ്നെസ്, എപ്പോഴും ഒരു പോസിറ്റീവ് ചാർജ് വേണമെന്നില്ല, ഒരു പോസിറ്റീവ് ചാർജ് പോസിബിളായ ഒരു സെൻറ്റർ വേണം. ഇവിടെ അത് കാർബണിൽ കാർബണാണ്. ശരിയല്ലേ? അതുപോലെ ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡിലാണെങ്കിൽ അതിനൊരു നെഗറ്റീവ്നെസ് ഉണ്ട്, ഒരു ന്യൂക്ലിയോഫിലിക് സെൻറ്ററും ഉണ്ട്. ഇവർ തമ്മിലുള്ള റിയാക്ഷനാണ്. കപ്ലിംഗ് റിയാക്ഷനിൽ ഇത്തരത്തിലുള്ള ആൾക്കാരും പരസ്പരം റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്യും, കപ്പിൾഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അതേപോലെ തന്നെ 2 ന്യൂക്ലിയോഫൈലുകളെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം കമ്പൈൻ ചെയ്യിക്കാം. ഇത് സാധാരണ കെമിസ്ട്രിയിൽ പോസിബിൾ അല്ല. 2 ഇലക്ട്രോഫൈലുകളെ വേണമെങ്കിലും കമ്പൈൻ ചെയ്യിക്കാം. അതായത് 2 പോസിറ്റീവ് ചാർജ് ഉള്ള ഫ്രാഗ്മെൻറ്റുകളെയും പരസ്പരം കമ്പൈൻ ചെയ്യിക്കാം. അതേപോലെ 2 ന്യൂട്രൽ മോളിക്യൂളുകളെ വേണമെങ്കിലും കമ്പൈൻ ചെയ്യിക്കാം. ഓക്കെ, ഇത്തരത്തിൽ വൈഡ് പോസിബിലിറ്റിയാണ് കപ്ലിംഗ് റിയാക്ഷൻ നമുക്ക് മുമ്പിൽ തുറന്നു വയ്ക്കുന്നത്. അതുകൊണ്ടാണ് കപ്ലിംഗ് റിയാക്ഷൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്. മെറ്റൽ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാണ് പൊതുവേ കപ്ലിംഗ് റിയാക്ഷനുകളെ നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. അതിൽ പലേഡിയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. പലേഡിയം ഒരു പോയിസണസ് ആയ മെറ്റലാണ്. എർത്ത് ഒരു റയർ എർത്ത് എന്ന് പറയാൻ കഴിയില്ല, പക്ഷേ വളരെ അത്ര അബണ്ടൻ്റ് ആയൊരു മെറ്റലൊന്നുമല്ല. പക്ഷേ വളരെ ഹൈ റിയാക്ടിവിറ്റിയാണ് ഓർഗാനിക് റിയാക്ഷൻസിൽ, എസ്പെഷ്യലി ഇതുപോലത്തെ കപ്ലിംഗ് റിയാക്ഷനിലും സൈക്കിളൈസേഷൻ റിയാക്ഷൻസിലും. അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കപ്ലിങ്ങിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 2 ഓർഗാനിക് ഫ്രാഗ്മെൻറ്റുകളാണ് കപ്ലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അത് ഏത് ടൈപ്പ് വേണമെങ്കിലും ആകുമെന്ന് പറഞ്ഞു. ഇവരെ എങ്ങനെയാണ് പലേഡിയം കപ്പിൾ ചെയ്യുന്നത്? അതൊരു സൈക്ലിക് പ്രോസസ്സിലൂടെയാണ്. കാരണം ഇതൊരു കാറ്റലിറ്റിക് റിയാക്ഷനാണ്. പലേഡിയം തിരിച്ചുണ്ടാകുകയും വേണം. ഇവിടുത്തെ കാറ്റലിറ്റിക്കലി ആക്റ്റീവായ സ്പീഷീസ് പലേഡിയം 0 വളരെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പലേഡിയം 0 ഇസ് ദ ആക്റ്റീവ് കാറ്റലിസ്റ്റ്. പക്ഷേ റിയാക്ഷൻ മീഡിയത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പലേഡിയം സോൾട്ട് 0 ആകണമെന്നില്ല. ചിലപ്പോൾ പലേഡിയം 2 പലേഡിയം 3 ഒക്കെ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ ആഡ് ചെയ്യുക. അതിനെ റിയാക്ഷൻ മീഡിയത്തിൽ വെച്ച് തന്നെ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഫോസ്ഫീൻ ലിഗാൻഡുകളെയോ ഫോസ്ഫീൻ കോമ്പൗണ്ടുകളെയോ അതുപോലെ
NR3 പോലെയുള്ള റിയേജൻറ്റുകളെയോ നമ്മൾ ആഡ് ചെയ്യും. ബേസുകളെ, ഇതുപോലത്തെ NR3 ടൈപ്പ് ബേസുകളെ കൂടെ ആഡ് ചെയ്യും. അവരാണ് പലേഡിയം 2 ഒക്കെ റെഡ്യൂസ് ചെയ്ത് പലേഡിയം 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക്, കാറ്റലിറ്റിക്കലി ആക്റ്റീവായ സ്പീഷീസിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഈ റിയാക്ഷൻ മെക്കാനിസത്തിൽ പ്രധാനമായി 3 പാർട്ടുകളാണുള്ളത്. ഇത് മാത്രം പഠിച്ചാൽ മതി, എല്ലാ റിയാക്ഷനെയും മെക്കാനിസം സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. അതർ ദാൻ ഹെക്ക് റിയാക്ഷൻ. ഹെക്കിന് മാത്രം ഒരു ചെറിയ പ്രത്യേകതയുണ്ട്, നമുക്ക് അവിടെ വെച്ച് നോക്കാം. ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ സുസുക്കി, കുമഡ, നെഗിഷി, സ്റ്റില്ലി, ഹിയാമ പോലെയുള്ള എല്ലാ കപ്ലിംഗ് റിയാക്ഷനുകളുടെയും ജനറൽ മെക്കാനിസമാണിത്. ആദ്യത്തെ സ്റ്റെപ്പ് ഓക്സിഡേറ്റീവ് അഡീഷൻ, രണ്ടാമത്തത് ഒരു ട്രാൻസ്മെറ്റലേഷൻ, മൂന്നാമത്തത് റിഡക്റ്റീവ് എലിമിനേഷൻ. എന്താണ് ഓക്സിഡേറ്റീവ് അഡീഷൻ? നമ്മളിവിടെ ഉപയോഗിക്കുന്ന പലേഡിയം കാറ്റലിസ്റ്റ് ഉണ്ടല്ലോ, ആ കാറ്റലിസ്റ്റ് നമ്മുടെ ഒരു റിയേജൻറ്റിലെ ഉള്ളിലേക്ക്, ഒരു റിയേജൻ്റെ ഉള്ളിലേക്ക് കയറി ഇൻസേർട്ട് ആകുന്ന റിയാക്ഷനാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ. ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് അങ്ങനെ പറയാം. ആ റിയേജൻറ്റ് പൊതുവെ ജനറലി ഒരു ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഹാലൈഡോ സ്യൂഡോ ഹാലൈഡോ ആയിരിക്കും. ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ്സ് ഓർ സ്യൂഡോ ഹാലൈഡ്സ്. സ്യൂഡോ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? OTF, OTBS അതുപോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ സ്യൂഡോ ഹാലൈഡ്സ് എന്ന് വിളിക്കുക. ക്ലോറോബെൻസീനോ ഒക്കെ ഇതിനകത്ത് വരാം. ഓക്കെ, അതിൽ സാച്ചുറേറ്റഡ് ആവാം, അൺസാച്ചുറേറ്റഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് പോസിബിലിറ്റിയാണ് ഇതിലുള്ളത്. ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം, നമ്മൾ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡുകൾക്ക്, അത് ഏത് ടൈപ്പാണെങ്കിലും എടുക്കാൻ നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ചെറിയൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ബീറ്റ ഹൈഡ്രജനുകളെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കണം. ഓക്കെ, ബീറ്റ ഹൈഡ്രജൻ ഉണ്ട്, അത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കോംപ്ലക്സ് ഫോം ചെയ്യില്ല. പെട്ടെന്ന് തന്നെ ബീറ്റ എലിമിനേറ്റ് ചെയ്ത് പലേഡിയം അതിൽ നിന്ന് വിട്ടുപോകും. ഓക്കെ, സോ അതുകൊണ്ട് ബീറ്റ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽക്കൈൽ ഹാലൈഡുകളോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൽക്കൈൽ ഹാലൈഡുകളോ മാത്രമേ ഇത്തരം റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. നോ ബീറ്റ ഹൈഡ്രജൻസ് ഓർ ബീറ്റ ഹൈഡ്രജൻസ് കനോട്ട് ബി എലിമിനേറ്റഡ്. ഇവിടെ ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും അതൊന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനത്തെ സിസ്റ്റങ്ങളിലും വേണമെങ്കിൽ റിയാക്ഷൻ നടക്കും. സോ ദിസ് ഇസ് ഓക്കെ. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡുകളുടെ ഈ പ്രത്യേകത തീർച്ചയായും ഓർത്തിരിക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരം കപ്ലിംഗ് റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഹാലൈഡ് സ്യൂഡോ ഹാലൈഡ് ഫ്രാഗ്മെൻറ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. പലേഡിയം കയറി ഈ ഹാലജൻ കാർബൺ ബോണ്ടിനിടയിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേറ്റീവ് അഡീഷൻ. സോ കാർബൺ ഹാലജൻ ബോണ്ട് ഉണ്ടായിരുന്നു, ഇതിനുള്ളിലേക്ക് പലേഡിയം ഇൻസേർട്ട് ചെയ്തു. പലേഡിയം 0 വിൽ ഇൻസേർട്ട് ഹിയർ. പലേഡിയം 0 ഇൻസേർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഒരു കോമ്പൗണ്ടാണ്. അതിൽ പലേഡിയം 0 അല്ല. ഇത് ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മളിതിനെ ഓക്സിഡേറ്റീവ് അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പലേഡിയം ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അത് കാർബണിൻ്റെ പൊളാരിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ്. നമുക്കത് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാം. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, നേരത്തെ കാർബൺ ഹാലജൻ ബോണ്ടിൽ പോസിറ്റീവായിരുന്ന കാർബൺ ഇവിടെ വരുമ്പോൾ നെഗറ്റീവ് ചാർജുള്ള കാർബണായിട്ട് മാറും. ഇത്തരത്തിൽ റിവേഴ്സൽ ഓഫ് പൊളാരിറ്റി വിളിക്കുന്ന പേരാണ് ഉംപോലങ് റിയാക്ഷൻസ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അസൈൽ അയോൺ ഈക്വലൻറ്റിനെ കുറിച്ചും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്സിഡേറ്റീവ് അഡീഷൻ മനസ്സിലായല്ലോ. രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്മെറ്റലേഷനാണ്. ഇവിടെ നമ്മൾ ഈ പറയുന്ന വ്യത്യസ്തത കൈവരുന്നു. പലതരത്തിലുള്ള റിയാക്ഷനായി മാറുന്നത് ഈ സ്റ്റെപ്പിൽ വെച്ചിട്ടാണ്. ഈ ട്രാൻസ്മെറ്റലേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ടാമത്തെ ഓർഗാനിക് ഫ്രാഗ്മെൻറ്റ് വേണം. 2 ഫ്രാഗ്മെൻറ്റുകളാണല്ലോ കൂടിച്ചേർക്കുന്നത്. ഇവിടെയാണ് രണ്ടാമത്തെ ഫ്രാഗ്മെൻറ്റ് വരുന്നത്. ആ രണ്ടാമത്തെ ഫ്രാഗ്മെൻറ്റും ഒരു മെറ്റലിനൊപ്പമാണ് കയറി വരിക. ആ മെറ്റൽ അനുസരിച്ചാണ് പലതരത്തിൽ ഈ സുസുക്കി, കുമാഡ, നെഗിഷി പോലുള്ള കപ്ലിംഗ് റിയാക്ഷനുകളിൽ മാറ്റം വരിക. ഏത് മെറ്റലാണോ എടുക്കുന്നത് അത് ആ റിയാക്ഷൻ ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ സിങ്ക് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു റിയാക്ഷൻ, ബോറോൺ ആണെങ്കിൽ മറ്റൊരു റിയാക്ഷൻ, കോപ്പർ ആണെങ്കിൽ വേറൊരു റിയാക്ഷൻ, ടിൻ ആണെങ്കിൽ മറ്റൊരു റിയാക്ഷൻ. അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത സ്ലൈഡിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ഓർഗാനിക് ഫ്രാഗ്മെൻറ്റ്
ഒരു മെറ്റലുമായി ചേർന്ന ഫോമിൽ, ഈ മെറ്റൽ പലതാവാമെന്ന് നമ്മൾ പറഞ്ഞു, നമുക്കത് വഴിയെ നോക്കാം. ഇവിടെ വരുന്നു. അതിനുശേഷം ഈ പലേഡിയം കോംപ്ലക്സിലേക്ക് ഇയാൾ കൂടെ ഏതോ തരത്തിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. ആ ഇൻട്രാക്ട് ചെയ്ത് പുറത്ത് കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടോ? എന്താ ഇവിടെ സംഭവിച്ചേ? ഈ ഹാലജൻ ഉണ്ടല്ലോ, എക്സ്, അയാൾ മാറി പകരം ആർ ഗ്രൂപ്പായിട്ട് മാറി. കണ്ടോ? അതായത് നമ്മൾ ഇട്ട് കൊടുത്ത 6 6 പലേഡിയത്തിലേക്ക് പോയി, എക്സ് എമ്മിൻ്റെ കൂടെ പുറത്തേക്ക് പോരുകയും ചെയ്തു. സോ ഈ സ്റ്റെപ്പിനെ നമ്മൾ ട്രാൻസ് മെറ്റലേഷൻ എന്നാണ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ എം സിങ്ക് ആണെന്ന് വിചാരിക്കൂ. സോ ആർ സിങ്ക് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. അത് ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പുറത്ത് വന്നപ്പോൾ സിങ്കും ഹാലജനും കൂടെ പുറത്തേക്ക് വന്നു. സിങ്ക് ഹാലൈഡ് പുറത്തേക്ക് വരും, നമ്മുടെ ഓർഗാനിക് പാർട്ട് പലേഡിയത്തിലേക്ക് ചെല്ലും. സോ സിങ്കിൽ നിന്ന് പലേഡിയത്തിലേക്ക് ഓർഗാനിക് ഫ്രാഗ്മെൻറ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ ട്രാൻസ് മെറ്റലേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു മെറ്റലിൽ നിന്ന് മറ്റൊരു മെറ്റലിലേക്ക്. ഇവിടെ ആദ്യത്തെ മെറ്റൽ സിങ്കും രണ്ടാമത്തെ മെറ്റൽ പലേഡിയവും ആണ്. സിങ്ക് തന്നെ വേണമെന്നില്ല, ബാക്കി ഏത് മെറ്റൽ വേണമെങ്കിലും വരാം. അതിനുശേഷം റിഡക്റ്റീവ് എലിമിനേഷൻ. ഓക്കെ, ഈ റിഡക്റ്റീവ് എലിമിനേഷൻ സ്റ്റെപ്പിൽ ഈ പലേഡിയം അതുപോലെ ഇവിടുന്ന് എലിമിനേറ്റ് ആയി പോകും. ഇവിടെ ഓക്സിഡൈസ്ഡായി 2+ സ്റ്റേറ്റിൽ നിൽക്കുന്ന പലേഡിയം പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും 0 ആയിട്ട് മാറും. പലേഡിയം 0 ആയിട്ട് മാറും. ഈ കാണുന്ന 2 ഓർഗാനിക് ഫ്രാഗ്മെൻറ്റുകളുണ്ടല്ലോ, അവർ പരസ്പരം ജോയിൻ ചെയ്യുകയും ചെയ്യും. കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് കിട്ടുക. സോ ദീസ് ആർ ദ 3 സ്റ്റെപ്സ്, വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ്. പലേഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പലതരത്തിലുള്ള ട്രാൻസിഷൻ മെറ്റലുകളെയോ അല്ലെങ്കിൽ നോൺ ട്രാൻസിഷൻ മെറ്റലുകളെയോ ഒക്കെ ഇത്തരത്തിലുള്ള ട്രാൻസ് മെറ്റലേറ്റിംഗ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയും. മെറ്റൽ തന്നെ വേണമെന്നുമില്ല. ആ ട്രാൻസ് മെറ്റലേറ്റിംഗ് ഏജൻറ്റ് വ്യത്യാസപ്പെടുമ്പോൾ വ്യത്യസ്ത തരം റിയാക്ഷനുകളാവും. ട്രാൻസ് മെറ്റലേറ്റിംഗ് ഏജൻറ്റ് മഗ്നീഷ്യം ആണെങ്കിൽ അതിനെ കുമാഡ കപ്ലിംഗ് എന്ന് വിളിക്കും. സിങ്ക് ആണെങ്കിൽ നെഗിഷി എന്ന് വിളിക്കും. ബോറോൺ ആണെങ്കിൽ സുസുക്കി, ടിൻ ആണെങ്കിൽ സ്റ്റില്ലി, കോപ്പർ ആണെങ്കിൽ സോണോ ഗാഷറ. ഇത്രയുമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ ഹിയാമയൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ട്രാൻസ് മെറ്റലേറ്റിംഗ് ഏജൻറ്റുകളെയും അതിന് വരുന്ന ഗ്രൂപ്പുകളെയും അതുമായി ബന്ധപ്പെട്ട റിയാക്ഷനുകളുടെ പേരുകളെയും കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. നമ്മൾ ആ 2015 കണ്ട ക്വസ്റ്റ്യനിൽ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ.